കോഴ്സിന് പഠിക്കുന്ന പൊളിറ്റിക്കൽ തിയറി എന്ന ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ഓർത്തിരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രത്യേകം കുറിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിന്ന് പഠിക്കുന്നത് ഫ്രീഡം എന്ന ചാപ്റ്ററാണ്. സ്വാതന്ത്ര്യം എന്നാൽ എന്ത്? ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. It was during those long and lonely years that my hunger for the freedom of my people became a hunger for the freedom of all people. 27 വർഷക്കാലം ജയിലിൽ കിടന്ന ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമര നായകനായിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ആത്മകഥയിലെ ഭാഗമാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം എഴുതുകയാണ്, ഇറ്റ് വാസ് ഡ്യൂറിങ് ദോസ് ലോങ് ആൻഡ് ലോൺലി ഇയേഴ്സ് ദാറ്റ് മൈ ഹങ്കർ ഫോർ ദ ഫ്രീഡം ഓഫ് മൈ പീപ്പിൾ ബിക്കം എ ഹങ്കർ ഫോർ ദ ഫ്രീഡം ഓഫ് ഓൾ പീപ്പിൾ. ഏകാന്തവും ദീർഘവുമായ വർഷങ്ങളിൽ ഞാൻ ചെലവഴിച്ചപ്പോൾ എൻ്റെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്തയെങ്കിൽ ഈ ഏകാന്തമായ വർഷങ്ങളിലൂടെ എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും സ്വാതന്ത്ര്യമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയുള്ള ദാഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്ന് നെൽസൺ മണ്ടേല ഈ ഗ്രന്ഥത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹം ലോകമെന്ന് ആരംഭിച്ചോ അന്നു മുതൽ തന്നെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോകരാജ്യങ്ങളിൽ നിരന്തരമായ പോരാട്ടങ്ങൾ നടക്കുന്ന കഥയാണ്, ചരിത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലോകത്ത് നടന്നിട്ടുള്ള വിപ്ലവങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. കോളനി വാഴ്ചയ്ക്കെതിരായി ലോകമെമ്പാടും നടന്ന നിരവധി സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗക്കാരും കറുത്ത വർഗക്കാരും എന്ന വിവേചനത്തിനെതിരായി നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരമാണ് ദക്ഷിണാഫ്രിക്കയിൽ ലോകത്തെമ്പാട് നിന്നും വർണ്ണ വിവേചനത്തെ തൂത്തെറിയുന്നതിന് കാരണമാക്കിയത്. ഇതെല്ലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹത്തെയാണ് ഈ സമരങ്ങളും വിപ്ലവങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത്. നെൽസൺ മണ്ടേലയും അതുപോലെ തന്നെ ഓങ് സാൻ സൂ കി, മ്യാൻമറിലെ സ്വാതന്ത്ര്യ പോരാളിയായിരുന്ന ഓങ് സാൻ സൂ കി എഴുതിയ ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്ന പുസ്തകത്തിലുമൊക്കെ സ്വാതന്ത്ര്യത്തെ പറ്റി വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെപ്പറ്റി പല മഹാന്മാരും കവികളുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എന്താണ് സ്വാതന്ത്ര്യമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകപ്രശസ്ത സാഹിത്യകാരൻ ബെർണാഡ് ഷാ പറയുന്നു, ഫ്രീഡം ഈസ് എ റെസ്പോൺസിബിലിറ്റി. സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്തമാണെന്ന് ബെർണാഡ് ഷാ നമ്മളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ബ്രിട്ടീഷ് സാഹിത്യകാരനായിരുന്നുള്ള ജോർജ് ഓർവെൽ പറഞ്ഞ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിർവചനം, വാർ ഈസ് പീസ്,
ഫ്രീഡം ഈസ് സ്ലേവറി, ഇഗ്നറൻസ് ഈസ് സ്ട്രെങ്ത്. ജോർജ് ഓർവെലിന്റെ പ്രശസ്തമായ കൊട്ടേഷനാണ്. വാർ ഈസ് പീസ്, ഫ്രീഡം ഈസ് സ്ലേവറി. ഫ്രീഡം എന്ന് പറയുന്ന അടിമത്തമാണെന്നാണ് ജോർജ് ഓർവെൽ സൂചിപ്പിക്കുന്നത്. നെൽസൺ മണ്ടേല വീണ്ടും പറയുന്നു, ഓൺലി ഫ്രീ മെൻ ക്യാൻ നെഗോഷിയേറ്റ്, prisoners cannot enter into contracts. Only free men can negotiate. സ്വതന്ത്രരായ മനുഷ്യന്മാർക്കാണ് കൂടിയാലോചന നടത്തുവാനും കഴിയുന്നത്. prisoners cannot enter into contract. തടവുകാരനായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനമാണ് എന്ന് അദ്ദേഹം നെൽസൺ മണ്ടേലയുടെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മലയാളത്തിൻ്റെ പ്രശസ്തനായ കവിയായിരുന്ന മഹാകവി കുമാരനാശാൻ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം പാടി, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് മാനികൾക്ക് മരിക്കുന്നതിനേക്കാൾ ഭയാനകരമായ അവസ്ഥയാണെന്നാണ് മഹാകവി കുമാരനാശാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യത്തിന് ഒരു നിർവചനം ഉണ്ടാകണം. വാട്ട് ഈസ് ഫ്രീഡം? എന്താണ് സ്വാതന്ത്ര്യം? ഫ്രീഡം ഈസ് ദ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള കൺസ്ട്രെയിൻസ്, നിയന്ത്രണങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ്. നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥയെ നമുക്ക് എന്ത് പറയാം? സ്വാതന്ത്ര്യം എന്ന് പറയാം. സോ ഫ്രീഡം ഇസ് ദ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളില്ലാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെയെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടാകാം? സോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻസ്. എവിടെയൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്? പ്രധാനമായും 3 രീതിയിൽ സ്വാതന്ത്ര്യത്തിന് എതിരായ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെതിരായ നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ഡോമിനേഷൻ. നമ്പർ 1 ഡോമിനേഷൻ, അല്ലെങ്കിൽ മേധാവിത്വം. ഏതെങ്കിലും തരത്തിലുള്ള മേധാവിത്വം. അത് ജാതീയപരമായ മേധാവിത്വമാകാം, പണമുള്ളവൻ എന്ന രീതിയിലുള്ള മേധാവിത്വമാകാം, രാഷ്ട്രീയമായ മേധാവിത്വമാകാം, വിദ്യാഭ്യാസ സംബന്ധമായ മേധാവിത്വമാകാം. ഈ മേധാവിത്വമെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമത്തതാണ് ഡോമിനേഷൻ, അല്ലെങ്കിൽ മേധാവിത്വം. രണ്ടാമത്തത് എക്സ്റ്റേണൽ കൺട്രോൾ. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ, ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒരു ബാഹ്യശക്തി, ബാഹ്യമായ ഇടപെടൽ എപ്പോഴുണ്ടാകുന്നു അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. അതിന് നമ്മുടെ എക്സ്റ്റേണൽ കൺട്രോൾ എന്ന് പറയും. മൂന്നാമത്തെ ഘടകം സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാളിറ്റീസ്. സാമൂഹികമായും സാമ്പത്തികവുമായ അസമത്വം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ അവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം 3 തരത്തിൽ 3 ഘടകങ്ങൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന, സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് നമ്മൾ കണ്ടു. സ്വാതന്ത്ര്യത്തിന് പ്രധാനമായും 2 ഡയമെൻഷൻസ് ഉണ്ട്. There are 2 dimensions for freedom. സ്വാതന്ത്ര്യത്തിന് 2 തരത്തിലുള്ള ഡയമെൻഷൻസ് ഉണ്ട്. നമ്പർ 1, നോ എക്സ്റ്റേണൽ കൺട്രോൾ. നോ എക്സ്റ്റേണൽ കൺട്രോൾ. ബാഹ്യമായ ഒരു നിയന്ത്രണവും വ്യക്തികളുടെ മേൽ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അർത്ഥമാക്കുന്നത്. രണ്ടാമത്തത്, എബിലിറ്റി ടു എക്സ്പ്രസ് ഐഡിയാസ്. എവരി ഹ്യൂമൻ ബീയിങ് ഹാസ് ദി എബിലിറ്റി ടു എക്സ്പ്രസ് ഐഡിയാസ്. എല്ലാ മനുഷ്യനും അവൻ്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടാകണം. 2 തലത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെ കാണേണ്ടത്. ഒന്ന്, ഒരു വ്യക്തിയുടെ മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണം, നോ എക്സ്റ്റേണൽ
കൺട്രോൾ, യാതൊരു തരത്തിലുമുള്ള പുറമേയുള്ള ഒരു നിയന്ത്രണം വ്യക്തികൾക്ക് ഉണ്ടാകാൻ പാടില്ല. പുറമേയുള്ള ഇടപെടൽ ഉണ്ടാകാതിരിക്കുമ്പോഴാണ് യാതൊരു ഭയവുമില്ലാതെ അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് എക്കാലത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വല പ്രതീകമായിരുന്ന ബാലഗംഗാധര തിലകൻ പറഞ്ഞു, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് നേടുക തന്നെ ഞാൻ ചെയ്യും. സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന വാക്കുകളാണിത്. ഗാന്ധിയൻ ഐഡിയോളജിയിൽ സ്വാതന്ത്ര്യത്തെ സ്വരാജ് എന്നാണ് അവതരിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ സ്വരാജിനെ പറ്റി, സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്, വാട്ട് ഈസ് സ്വരാജ്? സ്വരാജ് മീൻസ് സെൽഫ് റൂൾ, സ്വയം ഭരിക്കപ്പെടുന്ന അവസ്ഥ ആണ് സ്വരാജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പരിപൂർണമായും സ്വതന്ത്രനായിരിക്കണമെന്നാണ് മഹാത്മാഗാന്ധി തൻ്റെ സ്വരാജ് എന്ന് പറയുന്ന, ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു പടിയും കൂടി കടന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഫ്രീഡം എന്ന് പറയുന്നത്, ഫ്രീഡം ഇസ് ഓൾ റൗണ്ട് ഫ്രീഡം. എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും എല്ലാ തരത്തിലും ഉള്ള സമഗ്രമായ സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിക്ക് ആവശ്യമെന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും, വൈ ഡു വി നീഡ് കൺസ്ട്രെയിൻസ്? മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണോ? സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ലോകരാജ്യങ്ങൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ക്ഷേമം എന്ന് പറയുന്ന ആരുടെ ക്ഷേമമാണ്? എല്ലാവരുടെയും ക്ഷേമമാണ്. രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാരുടെയും ക്ഷേമമാണ് ക്ഷേമരാഷ്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേമരാഷ്ട്രത്തിൽ വൈ ഡു വി നീഡ് കൺസ്ട്രെയിൻസ്? എന്തിനാണ് നിയന്ത്രണങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടുമുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്ന് തന്നെയാണ്. നിയന്ത്രണങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ക്ഷേമരാഷ്ട്രങ്ങളുടെ ഭരണഘടന അടക്കമുള്ള കാര്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നിയന്ത്രണം ഉണ്ടാകണം? അവിടെ ആണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി നമ്മൾ പഠിക്കുന്നത്. ജെഎസ് മില്ലിന്റെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി നമ്മളിവിടെ പഠിക്കുകയാണ്. ജെഎസ് മില്ലിന്റെ ഓൺ ലിബർട്ടി എന്ന് പറയുന്ന പ്രശസ്തമായ പുസ്തകത്തിൽ ജെഎസ് മിൽ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫർ ഹാം പ്രിൻസിപ്പിൾ, ഹാനി സിദ്ധാന്തം എന്ന വിഖ്യാതമായ ഒരു സിദ്ധാന്തം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഹാം പ്രിൻസിപ്പിൾ? എക്സാമിനേഷൻ ഓറിയന്റഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ചോദ്യം പരീക്ഷയ്ക്കുണ്ടാവാം. വാട്ട് ഈസ് മെൻ ബൈ ഹാം പ്രിൻസിപ്പിൾ ചോദിക്കാം. ജെഎസ് മിൽ പറയുന്നു, അക്കോർഡിംഗ് ടു ഹാം പ്രിൻസിപ്പിൾ, human actions were divided into two: self-regarding action and others regarding action. Self-regarding action means every citizen or every human being will face the result of his actions that only affect on him. That is self-regarding action. If you have to take a decision and doing something according to your plan and according to your policy,
You are the only person to face all the circumstances of your decision or your action. This is self-regarding action. Others regarding action is that your action sometimes will affect on the society or sometimes will affect other people. Such a situation, state will interfere. That is others regarding action. ഹാനി സിദ്ധാന്തത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഒന്ന് ആ വ്യക്തിയെ തന്നെ ബാധിക്കുന്ന പ്രവർത്തനം, അതിനെ നമ്മൾ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ എന്ന് പറയും. മറ്റൊന്ന് ഒരാളുടെ പ്രവൃത്തി മറ്റുള്ളവരെ ബാധിക്കുന്നു, അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ. ഉദാഹരണം പറയുന്നു, ഒരാൾക്ക് മദ്യപിക്കുന്ന സ്വഭാവം, റെഗുലറായി മദ്യപിക്കുന്ന സ്വഭാവം ഒരാൾക്കുണ്ടെന്നിരിക്കട്ടെ. അതിൻ്റെ ഫലമായി രോഗങ്ങളുണ്ടാകുന്നു, ആ വ്യക്തിയുടെ ആരോഗ്യം നശിക്കുന്നു, അതിൻ്റെ ഫലം ആ വ്യക്തി തന്നെ അനുഭവിക്കുന്നു. ഇത് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ ഉദാഹരണമാണ്. അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ ഉദാഹരണം, ഒരാൾ മദ്യപിക്കുന്നു, മദ്യപിച്ച് വഴിയിൽ കൂടി നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ റോഡിൻ്റെ ഒക്കെ വീതി പോരാ എന്ന് തോന്നും. മറ്റുള്ളവരെ കാണുമ്പോൾ അസഭ്യം പറയാൻ തോന്നും. അങ്ങനെ മറ്റുള്ളവരെ അസഭ്യം പറയുകയും പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ അതെന്ത് ആക്ഷൻ ആകും? അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ ആകും. പോലീസ് വരും, പിടിച്ചുകൊണ്ട് പോകും, കേസ് ചാർജ് ചെയ്യും. ഇത് അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ ഉദാഹരണം. അപ്പോൾ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ അവനെ തന്നെ ബാധിക്കും, അത് മറ്റാരെയും ബാധിക്കുന്നില്ല, അതിൽ മറ്റാരും ഇടപെടുന്നുമില്ല. അതേസമയം സമൂഹത്തിലെ വേറൊരാളെ, വ്യക്തിയെ സ്വാധീനിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ഇടപെടും. അതിനെ നമ്മൾ അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ എല്ലാവരും ഒഴിവാക്കണമെന്നാണ് ഹാനി സിദ്ധാന്തത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഹാനികരമായ കാര്യങ്ങൾ ഒരു പൗരന്റെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രം ഇടപെടും. ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ആ വ്യക്തിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഇത് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു നിയമമാണോ, ഒരു സിദ്ധാന്തമാണോ എന്നൊരു പക്ഷെ ചോദിക്കാം. പക്ഷേ സ്റ്റേറ്റിന്റെ നിയമങ്ങൾ എല്ലാ പൗരന്മാരുടെയും സ്വയരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് എന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന നിയമം സ്വാതന്ത്ര്യത്തിന് പരിമിതിപ്പെടുത്തുന്ന ഒരു നിയമമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തെ രണ്ടായി വീണ്ടും തരംതിരിക്കാം. ഇല്ലേ, നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അതിന് നമുക്ക് പോസിറ്റീവ് ലിബർട്ടി എന്നും നെഗറ്റീവ് ലിബർട്ടി എന്നും പറയാം. എന്താണ് പോസിറ്റീവ് ലിബർട്ടി? പോസിറ്റീവ് ലിബർട്ടി നമ്മൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആ സ്വാതന്ത്ര്യം പരിമിതമാണ്. Our liberty or our freedom is restricted by the laws passed by the government. You have freedom or you have liberty, but it is restricted in some situations. That is positive liberty. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ചില അവസരങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അതിനെ നമുക്ക് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയാം. Then what is negative liberty? നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം.
A person can do anything. There is no governmental control. ഒരു വ്യക്തിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തിന് എന്താണ് സംഭവിക്കേണ്ടത്? തീർച്ചയായിട്ടും അവിടെ അരാജകത്വം സംഭവിക്കും. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന നിയമം അവിടെ വരും. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിയമം ആണ് നെഗറ്റീവ് ലിബർട്ടിയിൽ ഉണ്ടാകുന്നത്. നമ്മൾ സോഷ്യൽ കോൺട്രാക്ടിസ്റ്റുകളെ പറ്റി പഠിക്കുമ്പോൾ തോമസ് ഹോബ്സും ജോൺ ലോക്കും റൂസോയും ഒക്കെ ആണ് സോഷ്യൽ കോൺട്രാക്ടിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ ഫിലോസഫീസ്. അവിടെ സ്റ്റേറ്റിന് മുമ്പുള്ള ഒരു അവസ്ഥയെപ്പറ്റി നമ്മൾ പഠിക്കുന്നു. സ്റ്റേറ്റിന്റെ രൂപീകരണത്തിന് മുമ്പുള്ള അവസ്ഥ, രാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്ന മുമ്പുള്ള അവസ്ഥ. അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടായിരുന്നു. അവിടെ ആർക്കും ആരുടെ മേൽ നിയന്ത്രണമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാകും, ശക്തൻ പ്രബലനായി മാറുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു സ്റ്റേറ്റ് എന്ന് പറയുന്ന, രാഷ്ട്രം എന്ന് പറയുന്ന ആശയം രൂപം കൊള്ളുന്നതിന് മുൻപ് ലോകത്ത് സംഭവിച്ചിരുന്നത്, നിലനിന്നിരുന്നത് എന്നാണ് സോഷ്യൽ കോൺട്രാക്ടിലിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ലിബർട്ടി, നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ലിബർട്ടിയാണോ നെഗറ്റീവ് ലിബർട്ടിയാണോ നമ്മൾ പിന്തുണയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ പിന്തുണയ്ക്കേണ്ടത് പോസിറ്റീവ് ലിബർട്ടിയെ തന്നെയാണ്. ജീവിതത്തിന് ചില നിയന്ത്രണങ്ങളും ജീവിതത്തിന് ചില പരിമിതികളും പരിധികളും ഒക്കെ ഉണ്ടാകേണ്ടത് ഓരോ സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ലിബർട്ടിയെ നമുക്ക് പിന്തുണയ്ക്കാതിരിക്കാം, പോസിറ്റീവ് ലിബർട്ടിയെ നമുക്ക് പിന്തുണയ്ക്കാം. കേൾക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ലിബർട്ടിയാണ് നല്ലതെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിൽ പോസിറ്റീവ് ലിബർട്ടിയാണ് നല്ലതെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന അവസരങ്ങളുണ്ടാകും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഹാം പ്രിൻസിപ്പിൾ ചോദിക്കാം, ഷോർട്ട് നോട്ട് ചോദിക്കാം, പോസിറ്റീവ് ലിബർട്ടിയെ പറ്റിയും നെഗറ്റീവ് ലിബർട്ടിയെ പറ്റിയുമുള്ള ഷോർട്ട് നോട്ട് ചോദിക്കാം, അത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അത് പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് സ്വാതന്ത്ര്യത്തിന് 2 ഡയമെൻഷൻസ് ഉണ്ട് നമ്മൾ പഠിച്ചിരുന്നു. 2 വ്യത്യസ്തമായ മേഖലകൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തിനുണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? നോ എക്സ്റ്റേണൽ കൺട്രോൾ. പുറമേ നിന്നുള്ള ഒരു നിയന്ത്രണവും വ്യക്തിയുടെ മേൽ ഉണ്ടാകുവാൻ പാടില്ല, വ്യക്തിയുടെ മേലും ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേലും ഉണ്ടാകുവാൻ പാടില്ല എന്ന് പറയും. രണ്ടാമത്തെ ഡയമെൻഷൻ എന്തായിരുന്നു? സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ അവിടെ ഓരോ വ്യക്തിയുടെയും കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. റൈറ്റ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്, ആശയങ്ങൾ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആശയ പ്രകടനത്തെ പറ്റി നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് അവിടെ 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള ഭാഗത്ത്, റൈറ്റ് ടു ഫോം അസോസിയേഷൻസ്, റൈറ്റ് ടു മൂവ് എനിവെയർ ഇൻ ഇന്ത്യ, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, റൈറ്റ് ടു സെറ്റിൽ എനിവെയർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിൽ റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ഇങ്ങനെ 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, സ്വതന്ത്രമായി ചിന്തിക്കുവാനും അങ്ങനെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് എന്ന് പറയുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും JS മില്ലിന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരികയാണ്. ഓൺ ലിബർട്ടി എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ തന്നെ JS മില്ല് പറയുന്നുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഷുഡ് നോട്ട് ബി റെസ്ട്രിക്റ്റഡ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഷുഡ് നോട്ട് ബി റെസ്ട്രിക്റ്റഡ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കാരണവശാലും നിയന്ത്രിക്കുവാൻ പാടില്ല എന്നാണ് JS മില്ല് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് വോൾട്ടയറിന്റെ പ്രശസ്തമായ വാചകം പലപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്നത്,
വോൾട്ടയർ പറയുന്നു, ഐ ഡിസപ്രൂവ് ഓഫ് വാട്ട് യു സേ. I disapprove of what you say, but I will defend to death your right to say it. I will defend to death your right to say it. I disapprove of what you say. നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുകയില്ല. But I will defend to death യുവർ റൈറ്റ് ടു സേ ഇറ്റ്. പറയുവാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അതിനുവേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാണ് എന്നാണ് വോൾട്ടയർ എന്ന പ്രശസ്തനായ ചിന്തകൻ ഈ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ജെ.എസ്. മില്ല് സൂചിപ്പിക്കുന്നത്. ലോകത്ത് ചില ഗ്രന്ഥങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമാക്കിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങളുണ്ട്. ചില കലാരൂപങ്ങൾ, ചില സിനിമകൾ, ചില നാടകങ്ങൾ, ചില നോവലുകൾ, ഇതെല്ലാം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവയാണ്. ഉദാഹരണം പറയാം, ദീപ മേത്തയുടെ വാരണാസിയിലെ വിധവകളെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള ദീപ മേത്തയുടെ ഫിലിം, ദീപ മേത്തയുടെ ചലച്ചിത്രം ഏറെ വിവാദങ്ങൾക്ക് വഴിതിരിച്ച ചലച്ചിത്രമാണ്. രാമായണ റീറ്റോൾഡ് എന്ന് പറയുന്ന ഒബ്രി മേനോൻ എഴുതിയ രാമായണ റീറ്റോൾഡ് എന്ന് പറയുന്ന പുസ്തകം, അതുപോലൊക്കെ തന്നെ സൽമാൻ റുഷ്ദിയുടെ ദ സൈത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം, ലാസ്റ്റ് ടെംപ്റ്റേഷൻസ് എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള പുസ്തകം, ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പുസ്തകം, ലജ്ജ എന്ന് പറയുന്ന തസ്ലിമാൻ നസ്രിൻ എഴുതിയ ലജ്ജ എന്ന് പറയുന്ന നോവൽ, ഇവയെല്ലാം ഓരോ കാരണങ്ങളാൽ മതമൗലികവാദികളുടെ വിമർശനങ്ങൾക്ക് വലിയ പാത്രീഭൂതമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിലൂടെയൊക്കെ ഈ ആശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഈ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നും അത് തടയേണ്ടതില്ല എന്നുമാണ് ജെ.എസ്. മില്ല് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകം കേരളത്തിൽ അരങ്ങേറിയപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ജെ.എസ്. മില്ല് പറയുന്നത്, ഒരെഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈകടത്തുകയോ അതിന് നിയന്ത്രണം വെക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല, രാഷ്ട്രം അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ കാര്യമില്ല എന്ന് ജെ.എസ്. മില്ല് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ജെ.എസ്. മില്ല് ഓൺ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജെ.എസ്. മില്ല് പറയുന്ന, തിയററ്റിക്കലായി പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകമായും നാം ഓർത്തിരിക്കേണ്ടതാണ്. എന്താണ് ജെ.എസ്. മില്ല് പറയുന്ന 4 കാര്യങ്ങൾ? അദ്ദേഹം പറയുന്ന 4 കാര്യങ്ങൾ. നമ്പർ 1, നോ ഐഡിയ ഈസ് കംപ്ലീറ്റ്ലി ഫോൾസ്. No idea is completely false. That means the element of truth consists in every idea. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, നോ ഐഡിയ ഈസ് കംപ്ലീറ്റ്ലി ഫോൾസ്. എല്ലാ ആശയങ്ങളും, ഒരാശയവും പൂർണ്ണമായിട്ടും തെറ്റല്ല. അതിൻ്റെ അടുത്ത് തെറ്റുകൾ ഉണ്ടാകാം. ബട്ട് ദി എലമെന്റ് ഓഫ് ട്രൂത്ത് ഈസ് കൺസിസ്റ്റന്റ് ദയർ. പക്ഷെ അവിടെ എന്തുണ്ട്? ആ ആശയത്തിൻ്റെ അകത്ത് സത്യത്തിൻ്റെ ഒരു അംശമുണ്ട്. നമ്മളിങ്ങനെ ഓർത്തിരുന്നാൽ മതി, എല്ലാ ആശയങ്ങളിലും പൂർണ്ണമായും തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അതിൻ്റെ അകത്ത് സത്യത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. ഹൗ ഡിഡ് ദിസ് ട്രൂത്ത് കെയിം ഔട്ട്? ഈ സത്യം എങ്ങനെയാണ് പുറത്തു വരുന്നത്? ട്രൂത്ത് ഡസ് നോട്ട് എമർജ് ബൈ ഇറ്റ് സെൽഫ്. അദ്ദേഹം പറയുന്നു, ട്രൂത്ത് ഡസ് നോട്ട് എമർജ് ബൈ ഇറ്റ് സെൽഫ്. സത്യം സ്വയമേ ഉയർന്നു വരത്തില്ല. സത്യം സ്വമേധയാ ഉയർന്നു വരത്തില്ല ഒരിക്കലും. ഇറ്റ് വിൽ കെയിം ഔട്ട് ത്രൂ എ കോൺഫ്ലിക്റ്റ്. ഒരു സംഘർഷത്തിലൂടെയാണ് സത്യം പുറത്തു വരുന്നത്.
എന്നാണ് ജെ.എസ്. മില്ല് പറയുന്നത്. അപ്പൊ സംഘർഷത്തിലൂടെ സത്യം പുറത്തു വരും. ഇനിയും എന്താ സംഭവിക്കുന്നത്? ദിസ് കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയാസ് ഈസ് വാല്യുബിൾ നോട്ട് ജസ്റ്റ് ഇൻ ദ പാസ്റ്റ് ബട്ട് ഈസ് ഓഫ് കണ്ടിന്യൂയിങ് വാല്യൂ ഫോർ ഓൾ ടൈം. ഇങ്ങനെ പുറത്തു വരുന്ന ആശയം അദ്ദേഹം പറയുന്നത്, എങ്ങനെ പുറത്തു വരുന്ന ആശയം? ഒരു കോൺഫ്ലിക്റ്റിലൂടെ, സംഘർഷത്തിലൂടെ പുറത്തു വരുന്ന ആശയം. ആ ആശയം എന്താണ്? ആ ആശയത്തിന്റെ അകത്തൊരു സത്യമുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് ദിസ് കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയ ഈസ് വാല്യുബിൾ. ഇങ്ങനെ പുറത്തു വരുന്ന ആശയം വാല്യുബിൾ ആണ്, മൂല്യമുള്ളതാണ്. നോട്ട് ജസ്റ്റ് ഇൻ ദ പാസ്റ്റ് ബട്ട് ഈസ് ഓഫ് കണ്ടിന്യൂയിങ് വാല്യൂ ഫോർ ഓൾ ടൈം. ഇങ്ങനെ പുറത്തു വരുന്ന ആശയത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തു വരുന്ന സത്യം എല്ലാ കാലവും കണ്ടിന്യൂസ് ഓഫ് വാല്യൂ ഫോർ ഓൾ ടൈംസ്, എല്ലാ കാലവും ഇത് നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നാലാമത് വീണ്ടും പറയുകയാണ്, വി കനോട്ട് ബി ഷുവർ ദാറ്റ് വാട്ട് വി കൺസിഡർ ട്രൂ ഈസ് ആക്ച്വലി ട്രൂ. ഫോൾസ് ഐഡിയ ടേൺ ടു ബി ട്രൂ. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ പുറത്തു വരുന്ന ആശയം, വി കനോട്ട് ബി ഷുവർ ദാറ്റ് വാട്ട് വി കൺസിഡർ ട്രൂ ഈസ് ആക്ച്വലി ട്രൂ. ഇങ്ങനെ പുറത്തു വരുന്ന ആശയം യഥാർത്ഥത്തിൽ സത്യമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നതിന്റെ കാരണങ്ങൾ ഇതാണ്. അദ്ദേഹം പറയുന്നതിന്റെ കാര്യം, ഒന്നാമത്തെ കാര്യം എന്താണ്? എല്ലാ ആശയങ്ങളിലും അല്പസത്യമുണ്ട്. ഈ സത്യം ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ പുറത്തു വരുന്ന സത്യം എല്ലാ കാലത്തും സത്യമായി നിലനിൽക്കും. പക്ഷേ അങ്ങനെ നാം കരുതുന്ന സത്യം ഒരുപക്ഷെ യഥാർത്ഥത്തിൽ സത്യമായിരിക്കണമെന്നില്ല എന്നാണ് ജെ.എസ്. മില്ലിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ആണ് അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് യാതൊരു തരത്തിലുമുള്ള വെല്ലുവിളി, യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് യാതൊരു തരത്തിലുമുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ പഠിച്ചു. എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പഠിച്ചു. സ്വാതന്ത്ര്യത്തിന് പ്രധാനമായ നിയന്ത്രണങ്ങൾ എവിടെ നിന്നെല്ലാമാണ് വരുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് വ്യത്യസ്ത തലങ്ങൾ ഏതെല്ലാമാണ്? രണ്ട് പ്രധാനപ്പെട്ട തിയറികൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചു. ഒന്ന് ജെ.എസ്. മില്ലിന്റെ ഹാം പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ പോസിറ്റീവ് ലിബർട്ടി എന്താണ്, നെഗറ്റീവ് ലിബർട്ടി എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മൂന്നാമത് നമ്മൾ പഠിച്ചത് ജെ.എസ്. മില്ലിന്റെ വ്യൂസ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ജെ.എസ്. മില്ലിന്റെ അഭിപ്രായം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ, സിനിമകൾ, നോവലുകൾ, അതുമായി ബന്ധപ്പെട്ട എഴുത്തുകാർ, അവരുടെ പേരുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചു. നമ്മൾ ഈ അധ്യായത്തിലുടനീളം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയ ആശയത്തെ പറ്റിയാണ് പഠിച്ചത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവർക്കും നാം സ്വാതന്ത്ര്യം അനുവദിക്കുക തന്നെ ചെയ്യണം. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തിപരമായി വളർച്ച ഓരോ വ്യക്തിയിലും സാധ്യമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയിലെ നീഗ്രോ വംശജർക്ക് വേണ്ടി വലിയ സ്വാതന്ത്ര്യ സമരം നടത്തി ലോക ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ അദ്ദേഹത്തിന്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ഇപ്രകാരം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയാണ്, We have flown the air like birds and swum the sea like fishes, but have yet to learn the simple act of walking the earth like brothers. അദ്ദേഹം പറയുകയാണ്, We have flown the air like birds.
ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിന്റെ ഫലമായി മനുഷ്യൻ ആകാശത്ത് പക്ഷികളെ പോലെ പറന്നു നടക്കുകയാണ്. പക്ഷികളെ പോലെ പറന്നു നടക്കാൻ മനുഷ്യനറിയാം. ആൻഡ് swam the sea like fishes. മീനുകളെ പോലെ, മത്സ്യങ്ങളെ പോലെ സമുദ്രങ്ങളിൽ മുങ്ങി നടക്കാൻ, നീന്തി തുടിക്കാൻ മനുഷ്യനറിയാം. But have yet to learn the simple act of walking the earth like brothers. എന്നാൽ ഈ ഭൂമിയിൽ, സുന്ദരമായ ഈ ഭൂമിയിൽ സഹോദരങ്ങളെ പോലെ നടക്കുവാൻ മനുഷ്യൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ സിമ്പിളായി ചെയ്യേണ്ട ആ കാര്യം ചെയ്യുവാൻ, ഈ ഭൂമിയിൽ സഹോദരങ്ങളെ പോലെ നടക്കുവാൻ കഴിയുന്ന വളരെ മനോഹരമായ കാര്യം ചെയ്യുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുക. അത്തരത്തിലൊരു കാലം ഉണ്ടാകും, അതിൻ്റെ സ്വപ്നമാണെന്നാണ് അദ്ദേഹം തന്റെ പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് സൂചിപ്പിക്കുന്നത് അനന്തവിഹായസിലൂടെ നടക്കുവാൻ, അനന്തവിഹായസിലൂടെ പറന്നു നടക്കുവാൻ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ നീന്തി തുടിച്ച് നടക്കാനൊക്കെ മനുഷ്യന് കഴിയുന്നു. ആ മനുഷ്യൻ ഭൂമിയിൽ സഹോദരന്മാരായി ജീവിക്കുവാൻ അങ്ങനെയുള്ളവർക്കാണോ കഴിയാത്തത്? അതിന് സിമ്പിളായി പോലും മനുഷ്യന് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഭൂമിയിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ആർക്കാണ് വേണ്ടത്? സ്വാതന്ത്ര്യം എവിടെയാണ് ആരംഭിക്കേണ്ടത്? മനുഷ്യന്റെ ഹൃദയങ്ങളിൽ തന്നെയാണ് സ്വാതന്ത്ര്യ ദാഹം, അടങ്ങാത്ത സ്വാതന്ത്ര്യ ദാഹവും സ്വാതന്ത്ര്യ തൃഷ്ണയും മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ടാണ് വോൾട്ടിയർ പറയുന്നത്, നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും നിഷേധിച്ചെന്നാൽ മരണം വരെ ഞാൻ നിങ്ങളുടെ പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമെന്ന് സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ ആശയത്തെ പറ്റി വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കും. ഈ ആശയം നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പാഠപുസ്തകങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം നിങ്ങൾ പഠിക്കേണ്ടത്, ഈ ആശയം നിങ്ങൾ സംസ്വീകരിക്കുവാനും ഈ ആശയം മറ്റുള്ളവരിലൂടെ പകർന്നു നൽകുവാനും, അങ്ങനെ സമൂഹത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തെ പറ്റി മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാനും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകുന്നത്. പരസ്പരം അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരായെന്നാൽ മറ്റുള്ളവരുടെ അവകാശങ്ങളെപ്പറ്റിയും നാം ബോധവാന്മാരായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പാഠമാണ്. പൊളിറ്റിക്കൽ സയൻസിൽ ഈ പാഠഭാഗം പഠിച്ചു പോവുക എന്നുള്ളതല്ല, ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്തമ പൗരന്മാരായി മാറുവാൻ നമ്മൾക്ക് കഴിയുന്നത്. അതിന് നിങ്ങൾ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.